രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യം നൽകിയത്. ഇന്ന് രാവിലെ തന്നെ കൂടുതൽ ഡിജിറ്റൽ തെളിവുകളടക്കം പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. കേരളത്തിന് പുറത്തു താമസിച്ചിരിക്കുന്ന 23-കാരിയെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് പരിചയമുള്ള ഹോംസ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയും ആ ദൃശ്യങ്ങൾ ഫോണിലടക്കം പകർത്തുകയും ചെയ്തത് അതിക്രൂരമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. നിരവധി തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകളടക്കം, വാട്സാപ്പിൽ അയച്ച സന്ദേശങ്ങളടക്കം, ഇൻസ്റ്റാഗ്രാമിൽ അയച്ച സന്ദേശങ്ങളടക്കം പോലീസിന് ലഭിക്കുകയും ഇത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. കഴിഞ്ഞ ദിവസം ആദ്യ അതിജീവിത നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു. പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അറസ്റ്റിലേക്ക് പോകാത്തൊരു സാഹചര്യം. ഇപ്പോൾ അതിന് പിന്നാലെയാണ് രണ്ടാമത്തെ കേസിൽ അതിൽ അതിജീവിത ഒരേ സമയം തന്നെ പോലീസിനും അതോടൊപ്പം തന്നെ AICCക്കും KPCCക്കും അടക്കം പരാതി നൽകുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ കേസ് അന്വേഷിക്കുകയും ചെയ്തു. ഇപ്പോൾ ഷീജ ചേരുകയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് മുമ്പിൽ നിന്ന്. ഷീജ, എന്താണ് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? കോടതി ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടോ? സിജു, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് മുൻകൂർ ജാമ്യം ഉപാധികളോടെയാണ് കോടതി അനുവദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ വിധിയിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തൊക്കെയാണ് ഉപാധി എന്നത് സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നതായിരിക്കും. ഏതായാലും രാഹുലിന് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷൻ ശക്തമായിട്ടുള്ള ഒരു ആവശ്യം ഈ ജാമ്യത്തെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ പോലും അതിൽ ഉപാധികളോടെ ജാമ്യം അനുവദിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് നിലവിലിപ്പോൾ കോടതി എത്തിയത് എന്നുള്ളതാണ് ഈ ഒരു തീരുമാനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാമത്തെ അതിജീവിത നൽകിയ പരാതി, ആ പരാതിയിന്മേൽ ആ പെൺകുട്ടി പ്രത്യേക അന്വേഷണ സംഘത്തിന്, പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. ആ മൊഴിയിൽ പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളാണ് തെളിവായി ആ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും പോലീസിന്റെ റിപ്പോർട്ട് അടക്കമാണ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഡിജിറ്റൽ തെളിവുകൾ അടക്കമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഉള്ളൊരു നടപടി തന്നെയാണ് കോടതിയുടെ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെയാണ് ഉപാധികൾ എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ അല്പസമയത്തിനകം മാത്രമായിരിക്കും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കുക. കാരണം കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു, മുൻകൂർ ജാമ്യം രാഹുലിന് അനുവദിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത്. ഉപാധികളോടെയാണ് എന്നും പറയുന്നു. അതിന്റെ ഉത്തരവിലായിരിക്കും നിലവിൽ എന്തൊക്കെയാണ് ഉപാധികൾ എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുക. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ബലാത്സംഗ പരാതിയിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കോടതിയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. ആദ്യ കേസിൽ ഇതേ കോടതി തന്നെ ജാമ്യം തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതേ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചാണ് അറസ്റ്റ് തടഞ്ഞ ഒരു നടപടി, അങ്ങനെ ഒരു വിധി കോടതിയിൽ നിന്നും സമ്പാദിച്ചിട്ടുണ്ടായിരുന്നത്. ആ കേസിൽ 15-ാം തീയതിയാണ് ആ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ ഇനി അടുത്ത് പരിഗണിക്കുന്നത്. ആ ഒരു കേസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് രണ്ടാമത്തെ കേസിലെ മുൻകൂർ ജാമ്യം ഇപ്പോൾ രാഹുലിന് ലഭിച്ചിരിക്കുന്നത്. സിജോ, ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുൻകൂർ ജാമ്യം ഹർജി നൽകിയിരുന്നെങ്കിലും ഇന്ന് 12-ാം തീയതി ഇന്ന് പരിഗണിക്കാനായി മാറ്റിവെക്കുകയായിരുന്നു തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ഈ അപേക്ഷ സമർപ്പിക്കപ്പെട്ടതിന് പിന്നാലെ പ്രോസിക്യൂഷൻ കൂടുതൽ തെളിവുകൾ നൽകിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഡിജിറ്റൽ തെളിവുകൾ. വാട്സാപ്പിലൂടെ ഈ പെൺകുട്ടിയെ നിരന്തരം പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നത്, അതോടൊപ്പം തന്നെ I want to rape you എന്ന അർത്ഥത്തിൽ തന്നെ ടെക്സ്റ്റ് ചെയ്ത അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇതിലേറ്റവും ഗുരുതരം, ആദ്യത്തെ പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭിണിയാക്കുന്നു, അതിനുശേഷം ഗർഭചിത്രം നടത്തുന്നു, അതിനാവശ്യമായ മരുന്നുകൾ നൽകുകയും ആ പെൺകുട്ടി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പോവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ രണ്ടാമത്തെ പരാതി KPCCക്കും AICCക്കും അടക്കം ചെല്ലുക. അതിലും വലിയ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചിരുന്നത്. വലിയ തരത്തിൽ ഈ കേരളത്തിന് പുറത്തായ യുവതിയെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടു, വലയിലാക്കുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരിചയ വലയത്തിലുള്ള ഒരു ഹോം സ്റ്റേയിൽ കൊണ്ടുവന്ന് പീഡിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നു, അതിക്രൂരമായ തരത്തിൽ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം വളരെ കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്താൻ ഇന്ന് പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും മുൻകൂർ ജാമ്യം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വ്യവസ്ഥകൾ ഉണ്ടാകും, ഉപാധികൾ ഉണ്ടാകും. അതാണ് ഇനി അറിയേണ്ടത്.
തീർച്ചയായും സിജു, അത് തന്നെയാണ്. എന്തൊക്കെയാണ് ഉപാധികൾ എന്നത് സംബന്ധിച്ചാണ് ഇനിയിപ്പോൾ വ്യക്തത വരേണ്ടത്. കാരണം കോടതി ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം, ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മാത്രമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിന്റെ കോടതി ഉത്തരവ് വരുമ്പോഴായിരിക്കും എന്തൊക്കെയാണ് ഉപാധികൾ എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുക. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായിട്ടുള്ള രേഖകൾ, തെളിവുകൾ ഒക്കെ പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നാകെ സമർപ്പിച്ചിരുന്നു എന്നുള്ളതിൽ തർക്കമില്ല. കാരണം പ്രത്യേക അന്വേഷണ സംഘം, പൂങ്കുടിലി IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണം, ആ അന്വേഷണത്തിന്റെ ഭാഗമായി ആ പെൺകുട്ടി അതിജീവിത മൊഴി നൽകാൻ തയ്യാറായി. ആ അതിജീവിത നൽകിയ മൊഴിയിൽ ആദ്യ അതിജീവിത നൽകിയ പരാതിയേക്കാൾ കൂടുതൽ ഗൗരവകരവും കൂടുതൽ ക്രൂരതകളും നേരിട്ട ഒരു പരാതിയും രണ്ടാമത്തേതായി തന്നെ വിലയിരുത്തിയിരുന്നു. അതിന് അടക്കമുള്ള കാര്യങ്ങൾ ആ പെൺകുട്ടിയുടെ മൊഴിയിലടക്കമുണ്ട് എന്നുള്ള കാര്യമാണ്. കാരണം ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് അതിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം കോടതിയിൽ ഇത് തെളിവായി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അതിനുശേഷം ഈ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആ പെൺകുട്ടിയുടെ ശരീരമാസകലം മുറിവേൽപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ, ഭീഷണിപ്പെടുത്തുന്ന നടപടികൾ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് പ്രോസിക്യൂഷൻ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഏതായാലും ഇപ്പോൾ രാഹുലിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് കോടതിയിൽ നിന്നും വരുന്ന വിവരം. അതാണ് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. പക്ഷേ ഈ ഉപാധികൾ സംബന്ധിച്ചുള്ള കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ വ്യക്തത കൈവരിക്കുന്നതായിരിക്കും.